എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Seven of Swords, Eight of Cups, Two of Wands, Page of Cups, Emperor Energy, King of Pentacles. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ഈ ഒരു മാസം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും തുടക്കത്തിൽ ഈ ഒരു മാസം തുടങ്ങുമ്പോൾ ചെറിയ അലച്ചിലുകൾ ഉണ്ടാവാം. പക്ഷെ മുന്നോട്ടേക്ക് പോകുമ്പോൾ സുന്ദരമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന സമയമാണ്. ആദ്യം തന്നെ 7 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു മാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ആദ്യം തന്നെ മാസം തുടങ്ങുന്ന സമയത്ത് ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ എന്നും രാവിലെ എനിക്ക് ധൃതി പിടിച്ച് ഓടുന്നവർ, അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് ലാസ്റ്റ് നിമിഷത്തിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജീവിതം ഒന്ന് ഡിസിപ്ലിൻഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കാരണം ധൃതിയുടെ പുറത്ത് നിങ്ങൾ പല കാര്യങ്ങളും മറന്നു പോകാൻ വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ മറന്ന് വിട്ടുപോകുന്ന കൊച്ചു കാര്യങ്ങളല്ല ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ഡിസിപ്ലിൻഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നേരത്തെ തന്നെ കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുക. തലേ ദിവസം രാവിലെ എവിടെയെങ്കിലും പോകാനുണ്ട് എങ്കിൽ നേരത്തെ കാലേക്കൂട്ടി ചെയ്തു വയ്ക്കാം. ഓഫീസിൽ പോകുന്നവരൊക്കെയാണ്, ധൃതി പിടിച്ച് പോകുന്നവരാണെങ്കിൽ അതും ഇതേപോലെ നേരത്തെ എണീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് പോവാം. ഈ ധൃതി പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മാലയോ വളയോ അല്ലെങ്കിൽ സ്വർണം അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിലപിടിപ്പുള്ളത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറക്കാൻ ധൃതി പിടിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ പ്രത്യേകിച്ചും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ മടി പിടിച്ചിരിക്കാതിരിക്കുക എന്നുള്ളത് ചുരുക്കം. അപ്പോൾ എല്ലാം നേരത്തെയൊക്കെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ധൃതി പിടിക്കേണ്ടി വരില്ല. അപ്പോൾ അത് ഒന്ന്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാളെ ഒരു പൈസ ഏൽപ്പിക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്നു. അപ്പോൾ കൊടുക്കുന്നതാവുമ്പോൾ ഒരു രേഖയില്ലാതെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരാൾക്ക് പൈസ തിരിച്ചു കൊടുക്കുന്ന, കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ തിരിച്ചു കൊടുക്കുന്നത് നിങ്ങൾ തന്നെ നേരിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലാത്ത കൊണ്ട് വേറെ ആരെ ഏൽപ്പിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇന്ന ദിവസം പോകാൻ പറ്റില്ല, അത് ഇന്ന ദിവസത്തേക്ക് ആക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ച് നേരിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റൊരാൾ വഴി ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും നിങ്ങളെ ചതിക്കുക വഞ്ചിക്കുക എന്നുള്ളതല്ല, പ്രശ്നങ്ങൾ ഇടയ്ക്ക് പറ്റാം. അപ്പോൾ നിങ്ങളായിട്ട് നേരിട്ട് തന്നെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. പിന്നെ പലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഇപ്പോൾ കഴിഞ്ഞു പോയത് വേണ്ടിയിരുന്നില്ല, അത് ഇനി ഇത് ശരിയായ തീരുമാനമായിരുന്നു, അല്ലെങ്കിൽ ഇത് വേണമായിരുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്ത മനസ്സിൽ ഭയങ്കരമായിട്ട് അലട്ടുന്ന ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വിഷാദമൂകരായിട്ട് അധികം ആളുകളോട് സംസാരിക്കാതെ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്നത്, സ്വന്തം ഇതിൽ തന്നെ നിൽക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കുറച്ച് ആക്റ്റീവായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടക്കുക, ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. കാരണം അപ്പോൾ നിങ്ങൾ വെറുതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പല ചിന്തകളൊക്കെ വരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾ ഇൻട്രോവേർട്ടോ മറ്റൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഹോബി എന്താണ്, നിങ്ങളെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന കാര്യം എന്താണോ ആ കാര്യത്തിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും. അതാവുമ്പോൾ നിങ്ങൾ വെറുതെ ചിന്തിച്ച് സമയം കളയില്ല. പിന്നെ ചില ആളുകളിപ്പോൾ ജീവിതത്തിൽ ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ വേർപിരിഞ്ഞു പോയി, സുഹൃത്തുക്കൾ പിണങ്ങിപ്പോയതോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ലവർ, ഹസ്ബൻഡോ വൈഫോ അങ്ങനെ അതായത് ഇപ്പോൾ നിലനിൽക്കാത്ത ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അതൊക്കെ ജസ്റ്റ് ഒരു ആലോചനയായിട്ട് വന്നു പോവുക. അതിൽ തന്നെ ആലോചിച്ച് പിടിച്ചിരിക്കാതിരിക്കാൻ പ്രത്യേകവും ശ്രദ്ധിക്കുക. പിന്നെ 2 ഓഫ് വൺസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം നിങ്ങൾ ആഗ്രഹിച്ച്, അതായത് ഒത്തിരി ആഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് വിചാരിച്ച കാര്യം നിങ്ങൾ നേടുന്നൊരു സമയമാണ്. അപ്പോൾ ഒരു അച്ചീവ്മെൻറ്റ് കൂടിയാണ് ഈ ഒരു മാസം കാണിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഡ്രീം കം ട്രൂ എനർജി, അതായത് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം ആണ് ഈ ഒരു മാസത്തിലെന്ന് പറയാം. അപ്പോൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്ത് പ്രഗ്നൻസി ഇഷ്യൂസ്, പ്രഗ്നൻ്റ് ആവാത്തവർ, അപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, IVF പോലുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നവർ, നിങ്ങൾ ഇരട്ടി മധുരം, അതായത് ഇരട്ട കുട്ടികൾ എന്നുള്ള രീതിയിലേക്കൊക്കെ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക് പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നു. ചിലരെ സംബന്ധിച്ച് ഇതൊരു കരിയർ ഗ്രോത്ത് ആയിരിക്കാം. നിങ്ങൾ കരിയറിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. കരിയറിൽ നിങ്ങൾ മുന്നേറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എങ്ങനെയാണ് മുന്നേറാൻ ആഗ്രഹിക്കുന്നത്, അതിൽ ഒരു ഉയർച്ച നിങ്ങൾക്ക് നേടാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി. ലൈഫിൽ നിങ്ങൾ എന്താണ് ഇവിടെ ജീവിതം ഏത് വഴിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടതെന്ന് ആഗ്രഹിച്ച് ആ വഴിയിലൂടെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു. അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഇന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കും, ഈ ഒരു രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നേറാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ ഫൈനലി നിങ്ങൾ വിചാരിച്ച പോലെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നേറുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തികരമായിട്ടുള്ള ഒരു അനുഭവം ആയിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കാണിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു അച്ചീവ്മെൻറ്റ് മാനിഫെസ്റ്റേഷൻ ടൈം തന്നെയായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം. പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, അതേപോലെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പേജ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ ഒരു എനർജി പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ച്, ഇപ്പോൾ മക്കളിൽ നിന്ന് അകന്ന് താമസിക്കുന്നവർ, കുറച്ച് പ്രായമായിട്ടുള്ളവർ, അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയറായി മക്കൾക്ക് പുതിയ ജോലിയൊക്കെ കിട്ടി വിദേശത്താണ് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണ്, ഒരു പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ. അപ്പോൾ ഒറ്റപ്പെടലിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് പൊതുവെയുള്ള നിങ്ങൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളൊരു പോസിറ്റീവ് എനർജിയാണ്. കാരണം നിങ്ങളൊരു നല്ലൊരു കൂട്ടായ്മ, ഒരു സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമൊക്കെ ആവാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു ഒറ്റപ്പെടൽ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടി സന്തോഷമായിട്ട് ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോ, ഒരു കമ്മ്യൂണിറ്റിയുടെയോ NGOയുടെ ഒക്കെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതോ ഒക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ്. അതേപോലെ തന്നെ എംപറർ എനർജിയാണ്. വിദ്യാഭ്യാസപരമായിട്ട് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങളുടെ, കാരണം നിങ്ങൾ ചില ആളുകൾക്ക് ഒരു ടെൻഷൻ കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഒത്തിരി സ്ട്രെസ് ഉണ്ട്, എന്തോ എക്സാം എഴുതിയിരിക്കുന്നതിൻ്റെയോ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത്, എൻട്രൻസ് കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു എനർജി. അപ്പോൾ അത് പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തോ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഒന്നുകിൽ ചില ആളുകളെ സംബന്ധിച്ചൊരു വിനോദയാത്ര, ഫാമിലിയായിട്ട് ഒരുമിച്ച് ഒരു യാത്ര പോകുന്നതിൻ്റെ അങ്ങനെ ഒരു തീരുമാനമാകാം. അല്ലാത്ത പക്ഷം അതൊരു, അതായത് ഒരു ഇമിഗ്രേറ്റ് ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അത് ഒത്തിരി മറ്റൊരു രാജ്യത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് സ്ഥിരമായിട്ടൊരു രാജ്യത്തേക്ക് ചേക്കേറി പാർക്കുന്ന ഒരു സാഹചര്യമാവും. അങ്ങനെയുള്ള ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യവുമാവാം സൂചിപ്പിക്കുന്നത്. കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അനാവശ്യ ചിലവുകളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഈ വെറുതെ പൈസ ചിലവാക്കുക, അതായത് ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടോ വെറുതെ പൈസ ചിലവാക്കുന്ന ശീലമൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ പൈസ കയ്യിൽ നിൽക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളില്ലാത്തത് കൊണ്ടും ആ ഒരു രീതിയിലും പൈസ ചിലവാകുന്നില്ല എന്നുള്ളതും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ മറ്റ് അറബ് കൺട്രീസിൽ ജീവിക്കുന്നവർ, അവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവർ അവിടെ നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക്, അതായത് ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കൻ കോണ്ടിനെൻറ്റിലോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ മാറി അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന
ഒരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.